മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം ഗൂഢപദ്ധതിയുടെ ഭാഗമാണോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ആയതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകര സംഘം കേരളത്തിലേക്ക് വിഹരിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, മരണഭീതി പടർത്തിക്കൊണ്ട് കരിമരുന്ന് പുരയിൽ നിന്നാണോ ഈ തീ പടർന്നതെന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നു. അവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് പൊട്ടാത്ത 500 കിലോ വരുന്ന വെടിക്കോപ്പാണ് എന്നതാണ് മറ്റൊരു വസ്തുത. സ്ഫോടന സ്ഥലത്തു നിന്ന് കണ്ടെത്തിയത് 500 കിലോഗ്രാമിലധികം വരുന്ന പൊട്ടാത്ത വെടിക്കോപ്പുകളാണ്. അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ച മുറിയിൽ 5 ചാക്കുകളിലായി തന്നെ പൂട്ടിവെച്ചിരുന്ന 362 കിലോഗ്രാം കരിമരുന്നും 50.9 ഗ്രാം അതായത് 9 കിലോഗ്രാം അലൂമിനിയം പൗഡറും 1 കിലോഗ്രാം കരിമരുന്ന് ഗുളികകളും ഇതിൽ ഉൾപ്പെടുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. ഇതിന് പുറമെ 100 കിലോഗ്രാമോളം വരുന്ന 96 ചെറിയ അമിട്ടും 5 ഇടത്തരം ഗുണ്ടുമാണ്. അതേപോലെ കളർ അമിട്ടും 3 LED-യും പൊട്ടാത്ത നിലയിൽ കണ്ടെത്തിയതായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവയെല്ലാം തന്നെ ഒരു പരിധിവരെ തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചതായും അതേപോലെ തന്നെ വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ സുരക്ഷയിലേക്ക് ആ ഒരു സ്ഥലം വലിയ സുരക്ഷാ പരിധിയിലേക്ക് മാറ്റിയതായും വ്യക്തമാക്കുന്നുണ്ട്. കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് പൂർണ്ണമായും തന്നെ നിർവീര്യമാക്കുകയും വെടിക്കോപ്പ് നിർമ്മാണ വിദഗ്ധനായ വിജേഷ് ആകട്ടെ പോലീസുകാർക്ക് സഹായമായി തന്നെ അവിടെ പ്രവർത്തിച്ചതായും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മുണ്ടത്തിക്കോട് കൂട്ടംകുളം പാടത്തെ വെടിക്കെട്ട് പുരയിൽ തീ പടർന്നത് കരിമരുന്ന് പുരയിൽ നിന്നാണ് എന്നും ആ അപകടത്തിൽ രക്ഷപ്പെട്ടവരുടെ നിഗമനമാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാനും അടി മാത്രം അകലത്തിൽ തന്നെ ഗുണ്ടുകളിൽ മരുന്ന് നിറച്ചിരുന്നുവെന്നും അടുത്തേക്ക് തീ പടരുകയും ഉഗ്രസ്ഫോടനത്തോടെ തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയുമാണ് എന്നതാണ് ഇവരുടെ നിഗമനമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല 10-ലേറെ പേർ ആദ്യ സ്ഫോടനം ഉണ്ടായ സ്ഥലത്തുണ്ടായിരുന്നതായാണ് നിഗമനം ഇവിടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്നവരുടെ ശരീരമാണ് ചിതറിക്കിടക്കുന്നത് എന്നതാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നതും. അതേപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം പൊട്ടിക്കാനുള്ള, അതായത് ചൊവ്വാഴ്ച രാത്രിയോടുകൂടി തന്നെ പൊട്ടിക്കാനുള്ള ഗുണ്ടുകളും മറ്റ് നിർമ്മാണ സ്ഥലങ്ങളിൽ ഈ വെടിക്കെട്ട് പുരയിൽ വലിയ രീതിയിൽ ഇതിന്റെ നിർമ്മാണം അതിവേഗം തന്നെ പുരോഗമിച്ചിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. മരുന്ന് നിറച്ച തിരിയിട്ടതും നിറയ്ക്കാൻ തയ്യാറാക്കിയതുമായ സാമഗ്രികളിലേക്ക് ആദ്യം തീ പടർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും രക്ഷപ്പെട്ട ചില തൊഴിലാളികൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കമ്പിത്തിരി കത്തുന്ന രീതിയിലുള്ള ശബ്ദമാണ് ആ ഒരു മരുന്ന് പുരയിൽ നിന്ന് ആദ്യം ഉണ്ടായിരിക്കുന്നത്. ഇത് സമീപത്ത് ചെറിയ ഗുണ്ടുകൾ നിറയ്ക്കുന്നവരുണ്ടായിരുന്നുവെന്നും അതേപോലെ തന്നെ തീപ്പുരയുടെ ശബ്ദം കേട്ട് ഓടിക്കോ എന്ന് പറയുമ്പോഴേക്കും വലിയ ഗുണ്ടുകൾ നിറച്ചിരുന്നവരുടെ അടുത്തേക്ക് തീ എത്തുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടവർ ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ഗുണ്ടുകൾ നിറച്ചവർ ശബ്ദം കേട്ട് ഓടി മാറുകയും അതേപോലെ തന്നെ വലിയ രീതിയിൽ അവിടെ ഒരു വലിയ ശബ്ദത്തോടു കൂടി തന്നെ തൽക്ഷണം അവിടെ പൊട്ടിത്തെറിക്കുകയും 8 പേര് ആദ്യം തന്നെ അവിടെ മരിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നത്. അതേപോലെ തന്നെ മറ്റ് വ്യക്തികൾ ഈ രക്ഷപ്പെട്ട വ്യക്തികളാകട്ടെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ തന്നെ ശക്തമായ രീതിയിൽ ഇവർക്ക് പൊള്ളലേൽക്കാനിടയായി തന്നെ അത്തരത്തിലുള്ള വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഓടി രക്ഷപ്പെടുന്നവരുടെ തലയ്ക്ക് മുകളിൽ ചുറ്റും സൈനൈഡുകളും ഗുണ്ടുകളും പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നുവെന്നും ഈ രക്ഷപ്പെട്ട ആളുകൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. രക്ഷപ്പെടുന്നതിനിടയിൽ കോറ വന്ന് അടിച്ചുകൊണ്ട് വീണു പോയവരുമുണ്ട് ഈ കൂട്ടത്തിലെന്നും ഇവിടെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓലപ്പടക്കം ഉണ്ടാക്കുകയും തിരി ഉണക്കുകയും മരുന്ന് ഇടിക്കുകയും ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാൻ ഏതാനും നിമിഷങ്ങൾ ലഭിച്ചിരുന്നതായും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാടത്തേക്ക് ഓടി ഇറങ്ങിയാണ് ഈ ഭാഗത്തുള്ളവർ രക്ഷപ്പെട്ടത്. തൃശൂർ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വ്യാപകമായി എല്ലായിടത്തും പ്രചരിക്കുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിൽ എല്ലാ വെടിക്കെട്ടുകളും ഒഴിവാക്കാൻ തീരുമാനം ഇവിടെ എടുത്തിരിക്കുകയാണ്. ആഘോഷത്തിലും ചില കുറവുകൾ ഇവിടെ ഉണ്ടാകും. എന്നാൽ പഴയപടി തന്നെ പൂജകളെല്ലാം നടക്കുമെന്നും 1.5 മണിക്കൂറിലേറെ നീളാറുള്ള കുടമാറ്റം 15 മിനിറ്റിലേക്ക് ഒതുക്കുകയും ചെയ്തതായും ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.